എത്ര വിചിത്രമായ വാദമാണത്. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം നമ്മളെ ആകെ പറ്റിക്കുന്നത്. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് ഇന്ധനവില വർധനവിന്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാരിന് കിട്ടുന്ന അധിക വരുമാനം ഉപേക്ഷിച്ച് ജനങ്ങളെ സഹായിക്കണം എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. ഈ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന ഈ ഏർപ്പാട് മുഖ്യമന്ത്രി അവസാനിപ്പിച്ചാൽ മാത്രം മതി. നമസ്കാരം. നമ്മുടെ പുതിയ മുഖ്യമന്ത്രി നമ്മളെ എങ്ങനെയാണ് പറ്റിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരൊറ്റ ചെറിയ കാര്യം പറയാം. ഇപ്പോൾ ഇന്ധനവില വർധനവ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 4 തവണയായിട്ട് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് ആദ്യത്തെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി സതീശനോട് ഇക്കാര്യം സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും ഞങ്ങൾ അത് പരിശോധിക്കും, എന്നിട്ട് ജനങ്ങൾക്ക് അനുകൂലമായുള്ള തീരുമാനം. കാരണം ഇതിനു മുമ്പ് സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് ഇന്ധനവില വർധനവിന്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാരിന് കിട്ടുന്ന അധിക വരുമാനം ഉപേക്ഷിച്ച് ജനങ്ങളെ സഹായിക്കണം എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. മുമ്പ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അങ്ങനെ ഒരിക്കൽ ചെയ്തിട്ടുണ്ട് എന്നുകൂടി സതീശൻ അന്ന് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇത്തവണ സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം 4 തവണയാണ് ഇന്ധനവില വർദ്ധിപ്പിച്ചത്. അപ്പോ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴും വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ അതിലൊരു സ്റ്റെബിലിറ്റി വന്നിട്ടില്ലല്ലോ, ഒരു സ്ഥിരത വന്നിട്ടില്ലല്ലോ, അത് വരാതെ എങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിക്കുക. എത്ര വിചിത്രമായ വാദമാണത്. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം നമ്മളെ ആകെ പറ്റിക്കുന്നത്. കാരണം നമുക്കറിയാം ഓരോ തവണ വില വർദ്ധിക്കുമ്പോഴും അതിന്റെ എത്ര വിഹിതമാണ് സംസ്ഥാന സർക്കാരിന് അധിക വരുമാനമായിട്ട് കിട്ടുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ അങ്ങനെ കിട്ടുന്ന അധിക വരുമാനം അത് മുഴുവനായോ അല്ലെങ്കിൽ അതിന്റെ ഒരു അംശം ഇത്ര ശതമാനം വേണ്ടെന്ന് വെക്കാൻ ഇതിന് മറ്റൊരു കാര്യവും ആവശ്യമില്ല, മറ്റൊരു തീരുമാനവും വരേണ്ട കാര്യമില്ല. അതില് ഈ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന ഈ ഏർപ്പാട് മുഖ്യമന്ത്രി അവസാനിപ്പിച്ചാൽ മാത്രം മതി. അത് മാത്രമല്ല, ഇങ്ങനെ വളരെ വിദഗ്ധമായിട്ട് മുഖ്യമന്ത്രി ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ നമ്മുടെ മാധ്യമപ്രവർത്തകർ 4ാം തൂണുകാരാണ് എന്നൊക്കെയാണല്ലോ അവർ അവകാശപ്പെടുന്നത്. ഈ മാധ്യമപ്രവർത്തകരിൽ ആർക്കും തന്നെ ആർജവമില്ലാതെ പോകുന്നു എന്നുള്ളതും നമ്മൾ കാണേണ്ടതുണ്ട്. ഇതല്ല യഥാർത്ഥ മാധ്യമപ്രവർത്തനം, ഇതല്ല യഥാർത്ഥ ജനാധിപത്യ സ്വഭാവം എന്ന് മുഖ്യമന്ത്രിയും ഒക്കെ മനസ്സിലാക്കാനുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണമാണിത്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മലയാളികൾ നിരന്തരമായി പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്.